എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ. നമ്മളിന്ന് ഓലൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഓലനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇളവനും അതുപോലെ ക്യാരറ്റും ബീൻസും പിന്നെ നമ്മുടെ മറ്റേ വെള്ളപ്പയർ. അപ്പൊ അതാ നമ്മളിനി ഇത് കുറച്ച് കുമ്പളൻ രൂപത്തിലായിരുന്നു കേട്ടോ. ഞാൻ ഇളവനാണ് അയാളോട് പറഞ്ഞത്. ഈ ചെങ്ങായി അതെ, പക്ഷെ ഞാൻ അവിടെ കണ്ടതാണ്. അപ്പൊ ഞാൻ അയാളോട് മേലത്തത് എന്ന് പറഞ്ഞു. അതിലപ്പോ അയാൾ പറഞ്ഞു ആ എടുക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടു എന്തൊക്കെയോ അതാവും കുട്ടു എന്തൊക്കെയോ എടുക്കണതിന്റെ വീഡിയോ എടുക്കാൻ പോയത്. അച്ചോൾതാ മാള് ഞാൻ പയർ പിടിച്ച് നടക്കുന്നു. പറന്നാളാവോണ്ട് ഒരു മിനി സദ്യ അത്ര പ്ലാൻ ചെയ്യുന്നത്. ചെറിയ രീതിയില് പവിയലുള്ള പുറപ്പാടാണ്. അമ്മ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാ പറഞ്ഞു. നെഡിലിയുടെ ഓർഡർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നേരത്തെ നീറ്റു. ഞാനും നീറ്റു. മാള് കുറച്ച് വിട്ടോ. എന്താ അറിയോ, മാള് എടുക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ പോരായിക്കൊക്കെ ഉണ്ടാവും. മാള് എന്താ മാള് അച്ഛല്ലേ? 11 മണിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ മാളൂന്ന്. എപ്പോ? 11 മണിക്ക്. 10:15 ഓ, ഒന്നുണ്ടോ ട്യൂഷൻ? ചേച്ചിയോട് പറയൂ, എന്തിനാ ചേച്ചി എന്നാ ട്യൂഷൻ? ട്യൂഷൻ പോണല്ലേ മാളൂ. ഇനി എന്നാ മാളൂന് എക്സാം? ചൊവ്വ. രണ്ടാളും സംഭാഷണത്തിന്റെ പോലെ സംഭാഷണം. സംഭാഷണത്തിലാണോ? രണ്ടാളും എടുത്ത് കുറച്ച് വിട്ടിട്ട് അടുത്തടുത്തല്ലേ? അടുത്തടുത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചതാ. ഇതാ സംഭാഷണത്തിന്റെ പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങള് പായസപ്പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. ലൈറ്റ് കുറവുണ്ടോ? അതെ, പായസം ഉണ്ടാക്കുകയാണ്. പിന്നെ ഓലനും കാണിക്കാട്ടോ. എന്താ അപ്പൊ അതവിടെ പാല് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മളെ കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഹരിതം മിക്സാണ്, പായസം മിക്സാണ് ഇടുന്നത്. പിന്നെ അതുപോലെ ഓലന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഇളവനും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളപ്പയർ എന്ത് കിട്ടിയോ നോക്കട്ടെ കേട്ടോ. ഓ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കുറേ പണിയുണ്ട് ഇവിടെ. അങ്ങനെ അമ്മയുടെ പിറന്നാളിന് ദഹനക്കാരിയായിട്ടെന്ന് ഞാനാണ് കേട്ടോ. അതെ അതെ. അമ്മായി പിന്നെ ഉപ്പേരി വെച്ചു. റെഡി. നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നല്ല ഉടച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ എപ്പോഴും പറയും ഓലന് വെള്ളം കൂടി പോണ്ടട്ടമ്മോ, ഓലന് വെള്ളം കൂടി പോണ്ടട്ടോ. ഒന്നും വെള്ളം കൂടില്ലാന്ന് തോന്നുന്നു കാണുമ്പോ. ഇപ്പൊ പാലും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം എന്നാ കുറുകുമല്ലോ. അതെ, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഞാൻ 1-ാം പാലും 2-ാം പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 3-ാം പാല് തച്ചളക്കിക്കൊണ്ടിരിക്കുന്നു. കഷ്ണം വന്നതിന് ശേഷം നമുക്ക് ഇതിൽ ഒഴിക്കാം. വേവണേ ഉള്ളൂ കേട്ടോ. മുത്തശ്ശി തിരുവാതിരക്കളി പ്രാക്ടീസിന് പോയതാണ്, അതാണ് കേട്ടോ കാണാത്ത. ഇനി ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവർക്കും മുത്തശ്ശിനെ നോക്കണ്ട. അതെ, മുത്തശ്ശി ഇതിട്ടാലോ. അതെ, മാള് ട്യൂഷന് പോയി. അങ്ങനെ ഓരോരുത്തർ ഓരോ തിരക്ക് അല്ലേ അമ്മോ? അതെ. കുട്ടു അമ്പലത്തുനിന്ന് വന്നു. അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ എല്ലാരും വരും. അതെ, എല്ലാരെയും കാണിക്കാട്ടോ. അപ്പൊ നമ്മളിന്ന് പാലട ഉണ്ടാക്കണത് മിക്സ് ആണ്. പാലട മിക്സ്. ഹരിതം.
എവിടെ ആ അച്ഛൻ മുന്നിൽ വന്ന് നിക്കണേ. അതെ ഹരിത മിക്സ് ഇതിൽ ഇടാം കേട്ടോ. അങ്ങോട്ട് കാണിച്ചോളുന്ന ഇങ്ങോട്ട് വരും അമ്മ, ഇങ്ങോട്ട് വരും. ഞാനേ അമ്മ പറഞ്ഞേ ഹായ് നല്ല പാലാണല്ലോ, വെണ്ണയൊക്കെ വരുന്നുണ്ടല്ലോ. ഞാനത് വിചാരിച്ചു. ഞാൻ നെയ്യ് ഒഴിച്ചതാ കുറച്ച്. പാല് തിളയ്ക്കുമ്പോ കുറച്ച് നെയ്യ് ഒഴിച്ചാ വേറെ ടേസ്റ്റ്. നല്ല പാലിന് ഇങ്ങനെ പാട കെട്ടുമ്പോ ഒരു വെണ്ണയുടെ നമ്മളുടെ ഹരിത മിക്സ് അന്ന് ദിവസം നമ്മൾ ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം. സംഭവം റെഡി. ഇതിൽ തന്നെ നമുക്ക് കാഷ്യൂസ്, പിന്നെ പാലട, പിന്നെ ഏലക്കായുടെ പൊടി ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മള് മറ്റേ സദ്യക്കൊക്കെ ആകുമ്പോ നമ്മൾ അങ്ങനെ ചെയ്യില്ല അല്ലേ അമ്മു? ഇത് മിനി സദ്യ അല്ലേ? അതെ. അല്ല വലിയ സദ്യ ചരക്കൊക്കെ വെച്ചിട്ടുള്ള പാലട മുത്തശ്ശി ഉണ്ടാക്കുമ്പോ. അതെ അതെ അതെ. അങ്ങനെ പറഞ്ഞാലായിട്ട് മുത്തശ്ശി എത്തിയിരിക്കുന്നത്. മുത്തശ്ശി ഇപ്പൊ ബിസിയാണ്. അല്ല മുത്തശ്ശി ഓരോ തിരക്കുകളാണ്, അതുകൊണ്ടാണ്. അതെ 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 അതെ. കടുമാങ്ങയുടെ ഓർഡർ അതാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ മറ്റന്നാ മുത്തശ്ശിക്ക് ഒരു അവാർഡ് ഉണ്ട്. അതെ, അവാർഡ് ഫംഗ്ഷന് പോവാനുണ്ട്. അതെ, അതിൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. വനിതാ ദിനല്ലേ മറ്റന്നാള്, അതുകൊണ്ട് മുത്തശ്ശിക്ക് ആരോഗ്യം കുറഞ്ഞു വരികയല്ലേ അല്ലേ? ഉറക്കൊഴിച്ചാ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നലെ എന്നോട് പറഞ്ഞു പ്രസിദ്ധ കാല് എല്ലാം വേനിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഒന്ന് ഇരുന്ന് ചെയ്ത് നോക്കൂ പറഞ്ഞു. അപ്പൊ ഇരുന്നാ അതിനുള്ള ഒരു ഉഷാറ് വരില്ല അത്ര, അങ്ങനെ പറഞ്ഞു. ഇപ്പൊ നിന്നിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നാ പോയിട്ട് വരൂ. നമുക്ക് പിന്നെ ഊണ് വയ്ക്കുമ്പോ എല്ലാരെയും കാണിക്കാം. അതെ അതെ. അപ്പൊ തന്നെ നമ്മൾ ഇതിലേക്ക് പാല് വെക്കട്ടമ്മേ. പാല് വെച്ചോളൂ. ഞാനാക്കിക്കോളാം. കഴിഞ്ഞേ പാല് തിളച്ചല്ലോ. ഇതിനുള്ള പാല് വെക്കണം. ഇത് കൂടുവമ്മേ. ഒന്നും കൂടെ വറ്റാണം തോന്നുന്നു. ഒന്നുകൂടി വറ്റിക്കോ അമ്മേ. പായസൊക്കെ എന്തുവരെയായി? പായസൊക്കെ ഇപ്പൊ അമ്മു കൊറേയൊക്കെ അമ്മു ഇളക്കി റെഡിയാക്കി. പിന്നെ അമ്മുന്റെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഓലനാണ്. ക്യാരറ്റ് ഒന്നും ഇവിടെ ഇടാറില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതൊരു സ്ഥലത്തുനിന്ന് കഴിച്ചോണ്ട് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇന്നങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കിയതാണ്. അതെ. അപ്പൊ ഇത് ഏകദേശമൊക്കെ ഇത്ര കുറുകിയാ മതി. എന്താ അറിയോ, വല്ലാതെ കുറുകി കഴിഞ്ഞാലേ തികയില്ല. അപ്പൊ എന്തായാലും ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ. കഴുകണോ? ഇല കഴുകാം. ഇല കഴുകി ശുദ്ധാക്കാം. ശുദ്ധാക്കി ഓരോന്നും ഇല കഴുകി തരാം. ഇല കഴുകി ഗംഭീര കഴുകൽ. ചോട്ടില്ല. കേറില്ല. ഇവിടെ ഇല്ല മാളു, പുറത്തൊക്കെയാണേ. ഞാൻ വിചാരിച്ചു മുത്തശ്ശിയുടെ കയ്യിലെന്താ മുത്തശ്ശി? വാവ്. അതങ്ങനെ ഇതാ ഇഷ്ടം. കഴിക്കാന്നാ ഡസ്ക് ഒക്കെ ഇടേ. ഡസ്ക് അല്ല ഇവിടെ ഇട്ടാ പോരെ? അവിയൽ. അവിയൽ അല്ല, അവിയൽ. ഇത് അമ്മുച്ചിറ്റ സ്പെഷ്യൽ ഓലനാണ് കേട്ടോ. അവിടെ പോയി എല്ലാരും. തശി സ്പെഷ്യൽ പായസം.
മാളുവാണ് വിളമ്പണ ആൾക്കാര് മുത്തശ്ശി. ശ്രമിക്കുന്ന ആള്. കുഞ്ഞാക്ക് അധികം കുഞ്ഞാക്കി എല്ലാം പുളിഞ്ചി കൊടുത്തണം. കഴിക്കേണ്ടത്. വില്ലാള് വന്നു. വില്ലാള്. അല്ല ഇവിടെ സ്ഥലം ഉണ്ട്, അമ്മായിക്ക് ഇരിക്കായിരുന്നു. എന്താ ഇതൊക്കെ ഇപ്പൊ തന്നെ അമ്മ ഇരിക്കുന്ന അമ്മയുടെ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ആ വീലോ പിന്നെ ഓരോ വിഭവങ്ങളും കാണിച്ചോളൂ. അതെ അതെ വിളമ്പി കഴിഞ്ഞിട്ട് കുറച്ച് മതി ഇട്ടമാളോ. മതി 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 അങ്ങനെ ഉറ്റും മറ്റേ പോലെ വിളമ്പിക്കോളും ആളോ. മതി 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 മതി. ഉറ്റിക്കണ്ട കേട്ടോ. ഞങ്ങള് കഴിച്ചിട്ട് വേണം ഇവർക്കൊക്കെ ഇരിക്കാൻ. അല്ലേ മോള്? അതെ അതെ ഞങ്ങൾക്ക് പിന്നെ അധികം വിശക്കാത്തോണ്ട്. എന്താ രാവിലെ 4 ഇഡലി കഴിച്ചതേ. 40 ഇതെന്തോ അല്ല എന്തോ മെഷീനോ. ആ 40 കഴിക്കണേ. വേറെ ഉണ്ട് പാത്രത്തിലുണ്ട്, റോസ് പാത്രത്തില് അവിടെ തന്നെ. ആ തട്ട് തട്ടില്ലേ ആ മതി അയ്യോ എനിക്ക് വയ്യ. ആവി പറക്കണ ചോറ്. ആ ആവി പറക്കുന്ന ചോറ്. ആളെ ഒരു പപ്പടം കൂടെ തന്നോളൂ. മത്സരാണ് ഇവിടെ, മത്സരം. പേരുന്നോളുന്നാ ദേവട്ടിക്ക് ഡാൻസ് ഉണ്ടോ? കളരി ഉണ്ടാവും, കളരി. അതെ അതെ മതി പറഞ്ഞോട്ടെ. കടുമാങ്ങ മുത്തശ്ശി ചോദിച്ചതാ. ആ ചെത്തുമാങ്ങയാണ്. വെള്ളം കുടിക്കാൻ എന്താ അച്ഛാ താഴെ എന്തോന്ന് തിരിപ്പിടിക്കണ്. തണുത്തള്ളം കുടിക്കാനേ. ആ കുഞ്ഞാവ ഓലം വേണ്ട കുഞ്ഞാവേ. ഏ മുത്തശ്ശി കഴിച്ചു. ആ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഇരിക്കാം. ആ എന്നാ വേണേ ഈ ചോളങ്ങളെന്നാ. ആ ഞങ്ങള് 4 അമ്മായി, ഞാന്, മുത്തശ്ശി, മാളു. എവിടേക്ക് ഓലം വേണ്ടേ? മറ്റേ ഓല എല്ലാം കൂട്ടലുണ്ടല്ലോ. വെള്ള ഓലനായോണ്ടോ? ആ അല്ലല്ല വെറും ഇളവം മാത്രം മറ്റേ പാല് വെച്ചിട്ടുള്ള അതാവും. ഇതിലാ വെള്ളപ്പയറൊക്കെ കണ്ട് കളർ കണ്ടോണ്ടാവും ചെലപ്പോ. അപ്പൊ നമ്മള് അച്ചോൾക്ക് ഗിഫ്റ്റ് കൊടുക്കണല്ലേ മാളു? മാളു എന്താ കൊടുക്കുക? അതെ അതെ ആ എന്നാ കൊടുത്തോളൂ. ആ ഹാപ്പി ബർത്ത്ഡേ പ്രസീത അച്ചോൾ. ആ എല്ലാം തുറക്കട്ടെ. പൊട്ടിച്ചതാ, അത് കുഴപ്പമില്ലോളൂ. ആ ഒരു പേനയും ഒരു കണ്ണടയും. കണ്ണടയോ? അല്ല കണ്ണാടി. കണ്ണടാന്ന് ഞാൻ. ആ ഇതിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ചെയ്തോട്ടെ വിചാരിച്ചിട്ട്. ആ അതാവും. പിന്നെ കുറച്ചേരം കടുമാങ്ങയുടെ ഓർഡറിന് എഴുതിക്കോട്ടെ. കാണുന്നുണ്ടതേ രാത്രി. അതെ അതെ നമ്മളെ സഹായിച്ചു തരും കേട്ടോ. അതെ ചെയ്തരേ, പാക്കൊക്കെ റെഡിയാക്കി തരും. പിന്നെ ഏതൊക്കെ നമ്പർ എന്നൊക്കെ കണ്ടുപിടിച്ച് തരും. ചെയ്യും. അപ്പൊ വകയുള്ള ഗിഫ്റ്റ് ഇഷ്ടായി അമ്മേ? ഇഷ്ടായിട്ടോ. കുഞ്ഞാവ ഒന്നും കൊടുത്തില്ല കേട്ടോ ഗിഫ്റ്റ്. അതെ ആ ഞാൻ അടുത്ത ദേവൂട്ടി. ആ കൊടുത്തോളൂ. മുത്തശ്ശിക്ക് കൈമാറാം. ആ അടുത്ത ദേവൂട്ടി. ഇതാ അടുത്ത ദേവൂട്ടിയുടെ.
ഹാപ്പി ബർത്ത്ഡേ പ്രസീത ചൊല്ലിട്ട് കുറച്ചതാ ലവ് ഒക്കെ ഒക്കെ ഇട്ടുണ്ട് എല്ലാരും അല്ലേ എല്ലാവരും ചിത്രമൊക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അതെ അതെ നന്നായിണ്ടോ? നന്നായിട്ടുണ്ട്, സന്തോഷായി. കുട്ടികളല്ലേ അതെ ആ കുഞ്ഞാവയുടെ വാങ്ങാ കുഞ്ഞാവ എല്ലാരും കടത്തി വെട്ടിട്ടോ. അതെ അതെ പാവം തന്നെ. ആ കൊറച്ച് പൂവും പൂ വെച്ചോട്ടെ വെച്ചിട്ട്. ഇനി അടുത്തതാരാ? അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആണ്. അമ്മേനെ അങ്ങോട്ട് തിരിച്ചു നിർത്തിയാണ് കൊട്ടു സർപ്രൈസ് ആക്കാൻ. നോക്കൂ ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ ഇവര് രണ്ടാളും കൂടെ ടൗണിൽ പോയപ്പോ ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് കാണിക്കുമോ രണ്ടാളും. നന്ന് കണ്ടാ മതി, നാളെ കണ്ടാ മതി കേട്ടോ. ആ എങ്ങനെയുണ്ട് നോക്കൂ. ഇല്ലാത്ത കളറാണല്ലോ. അതെ അതെ ആരാ സെലക്ട് ചെയ്തേ പറയൂ കുട്ടു. ആരാ സെലക്ട് ചെയ്തേ? ഒന്ന് അമ്മു ഒന്ന് അമ്മുവും. ഭംഗിയുണ്ട് കേട്ടോ അത്. അതെ നമ്മളിത് ഷോപ്പിങ്ങിന് ഇത് വാങ്ങിക്കാൻ പോയ വീഡിയോ ഒക്കെ ഇടാട്ടോ. ഷോള് കാണിക്കമ്മ അതിന്റെ ഷോള്. ഇല്ലാത്ത കളറാണ്. അതിന്റെ ഷോള് ആ ലൈനിങ് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ലൈനിങ് ഇതിലുണ്ട്. ആ ശരി. അപ്പൊ നമ്മള് ലൈനിങ് വാങ്ങാം. ആ അതെ അതെ രസല്ലേ ഷോള്? വേണേ എനിക്ക് തന്നോളൂ. അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ? അഞ്ഞ അടുത്ത് അടുത്തത് അമ്മക്ക് തരാൻ മടിയില്ല. എന്താ വെച്ചാൽ ഞാൻ വീട്ടില്ല നാളെ. അതെ 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 അപ്പൊ ഇനി അടുത്തത്. അടുത്തത് റെഡിമെയ്ഡ് ആണ്. അതെ. അപ്പൊ തയ്ക്കേണ്ട ആവശ്യമില്ല. അതെ നേരെ കിട്ടാതി. നാളെ എങ്ങോട്ട് എവിടേക്കും പോകണ്ടെങ്കിൽ വേഗം ഇടാം. അതെ അത് ഇത് കാണിക്കട്ടെ. രസല്ലേ? ആ ഇല്ലാത്ത കളറ് സൂപ്പറാ. എത്ര അമ്മ സൂപ്പറാണെന്ന്. സൂപ്പർ ആയിട്ടുണ്ട്. ശരി തന്നെ. പാന്റ് പാന്റിന്റെ ഇട്ടിട്ട് വർക്കുള്ളത്. ഷോളും നല്ല വർക്കൊക്കെ ഉള്ള ഷോള്. മറ്റൊരു നേരിക്കാണ് വാനിയുള്ള ഷോളാണ്. ഇനി അടുത്തത് അമ്മുവിന്റെ വകയുള്ള ഗിഫ്റ്റ്. ആ പിടിക്ക് പിടിക്ക് പിടിക്ക്. ഓ ആ എടുത്തിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അമ്മ പറഞ്ഞു അധികം പൈസ ചെലവാക്കണ്ട അതുകൊണ്ടാ. ഓൺലൈൻ ഓഫർ ഗിഫ്റ്റ്. അപ്പൊ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോയിട്ടോ. ഇതാണ്ടോ ഞാൻ കൊടുക്കണത് 2 സാരിയാണ് കൊടുക്കണത്. എന്റെ ടാറ്റിക്കൽ മൂവ് ആണ് അമ്മേനോട് തിരിഞ്ഞേക്കാൻ പറഞ്ഞു. ആ അതാ ആശംസകൾ അനുഗ്രഹിക്കുക. അങ്ങനെ കണ്ടോളാ. എങ്ങനെയുണ്ട് നോക്കുക. ആ പണ്ട് നീലിയും റോസും അതിങ്ങനെ എംബ്രോയിഡറി ഒക്കെ ഉണ്ട്. അതിലുണ്ട് അല്ലേ? തുറന്നോളൂ. കുട്ടൂന്റെ മുഴുവൻ തുറന്നല്ലേ? എനിക്ക് തുറന്നോളൂ. അല്ല ഞാൻ നിലത്ത് തട്ടുണ്ടായിരുന്നു. ഇത് ഒന്ന് ഇതൊന്ന് ഡാർക്ക് കളർ എടുത്തപ്പോ ഒന്ന് ഞാൻ ലൈറ്റ് കളറാക്കി. രണ്ടെണ്ണം. അതൊരു മെറൂണാണ് അമ്മയുടെ ഫേവറേറ്റ് കളർ. ബ്ലൗസും നോക്കിയിട്ടില്ല. അതെ പിന്നെ ഇത് അമ്മയുടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ പ്ലെയിൻ ഉണ്ട്. ആ അപ്പൊ അമ്മക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം ഇഷ്ടമായോ എല്ലാവരുടെയും? നമ്മ പൂണ് കഴിക്കുക. ആ അതെ അതെ ഞങ്ങൾ ഊണ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഉള്ളൂ. ആ അതെ എന്തായാലും അതെ എല്ലാരും അച്ഛനോട് അല്ലേ ചോദിക്കൂ. അച്ഛനും അവിടെ അടിച്ചു വരുന്നു. ചോദിക്കോ? ആ ചോദിക്കമ്മേ എന്താ ഗിഫ്റ്റ്? എന്ത് അമ്മേ നമ്മളെങ്ങടെ പോണമ്മേ? നമ്മള് മറ്റന്നാള് നമ്മളടുത്തുള്ള അമ്പലത്തില് പൂന്താനത്തിനാണല്ലോ. ആ നമ്മളവിടെ അമ്പലത്തിന്റെ പേര് പറയും. മറ്റന്നാള് നമ്മളെടുത്തുള്ള അമ്പലത്തിന്റെ അവിടെ പൂന്താനത്തിനാണ് അമ്പലത്തില്. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു. അമ്മൂർമാര് പറഞ്ഞ പത്താത്തുണ്ട്. മാളു. ആ മാളു. ആ ചോപ്പ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയേക്ക്. ഇന്ന് രാവിലെ അമ്മ പറഞ്ഞല്ലേ ഉള്ളൂ. ആ ഇന്നെന്താ ലൈറ്റ് ഒന്നും വരാത്ത? കാണാനില്ലല്ലോ. ലൈറ്റും സ്റ്റേജ് പരിപാടി ഒന്നും സ്റ്റേജൊക്കെ കെട്ടണമെന്ന് കാണാനില്ലല്ലോ പറഞ്ഞു. അപ്പൊ എന്തായാലും അത് പോയോക്കാം. പോയി നോക്കാം. എങ്ങനെയൊക്കെ നോക്കാലോ. ആ ലൈറ്റാ പോ നീന്നോ? എന്താ മാളൂരിന്റെ ഊട്ടിന്റെ ഒക്കെ ഡാൻസ് ഉണ്ട്. ഡാൻസ് അല്ലേ മാളു?
ഈ വീഡിയോ ചിലപ്പോ നാളെ ഇടുള്ളൂ. അപ്പൊ നാളെ ഇടുമ്പോ 8-ാം തീയതിയാണ് കേട്ടോ പൂന്താന ദിനം. ചിലപ്പോ അമ്മ മറ്റന്നാന്ന് പറഞ്ഞോണ്ടേ അപ്പൊ ആൾക്കാര് എല്ലാരും വിചാരിക്കും 9-ാം തീയതിയാണെന്ന്. 8-ാം തീയതിയാണ് കേട്ടോ. നമ്മളെ വീഡിയോ നാളെ ഇടുള്ളൂ. പിറന്നാൾ ഇന്നായിരുന്നു, പക്ഷെ പിറന്നാൾ വീഡിയോ ഇടുന്നത് നമ്മള് നാളെയാണ്. അപ്പൊ മറ്റന്നാളാണ്, ഇന്ന് പറയുമ്പോ മറ്റന്നാളാണ് വരിക. 8-ാം തീയതി. അതെ. പിന്നെ പാട്ട് മാസ്റ്ററാണ് ഇത്തവണ കരോക്കെ ഭക്തിഗാനമേള വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നല്ല ഗംഭീര പരിപാടിയായിരിക്കും. അതെ. പഠിപ്പിക്കുന്ന മാസ്റ്റർ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. അതെ. മുത്തശ്ശിയുടെ തിരുവാതിരക്കളി. മുത്തശ്ശിയുടെ തിരുവാതിരക്കളി. അതെ. ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കളിക്കോ? അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ലൈറ്റ് ആയിരുന്നു. നോക്കിയപ്പോ കുറച്ച് കണ്ടു അല്ലേ? അതെ. അപ്പൊ എല്ലാവരും ശനിയാഴ്ച, മുത്തശ്ശിയുടെ കുടുംബത്തിലെ എല്ലാവരും ശനിയാഴ്ച അമ്പലത്തിലേക്ക് വരിക. നമ്മളെ പരിപാടിയൊക്കെ കണ്ട് എല്ലാവരും വിജയിപ്പിക്കുക, പങ്കെടുക്കുക, നമ്മളെ സന്തോഷത്തിൽ പങ്കെടുക്കുക. അതെ 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 അതെ. ഗുരുവായൂരപ്പനെ തൊഴാം. അതെ. അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്താലോ? മാളു വരും, ഒരു ബായ് കൊടുക്കും എല്ലാവർക്കും. അതെ. അതെ അതെ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.